എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പുതുവർഷ പുലരിയാണല്ലേ. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനോഹരമായിട്ടുള്ള ഒരു പുതുവത്സര ആശംസകൾ നേരുകയാണ്. കൂടാതെ നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുന്ന കൃഷ്ണാനുഭവങ്ങൾ വീണ്ടും വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് എനിക്ക് തോന്നുന്നത് ഒറ്റ ദിവസം പോലും ഇടവേളയില്ലാതെ ഏതോ ഒരു ദിവസം ഒന്നോ രണ്ടോ ദിവസം മാത്രമേ ഇടവേള ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. കൃഷ്ണാനുഭവങ്ങൾ അത്രയും കൃഷ്ണാനുഭവങ്ങൾ എൻ്റെ കയ്യിൽ വരുന്നുണ്ടെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. അപ്പം വന്നവരുടേത് ചിലരുടേതൊന്നും വായിച്ചിട്ടുണ്ടാവില്ല. അവർ ഓർമ്മിപ്പിച്ച് അവർക്ക് മതിയായിട്ടുണ്ടാവും. ചിലരത് പെട്ടെന്ന് തന്നെ പറയുന്നുണ്ടാവും. ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്ന് മാത്രമേ അതിന് പറയാനുള്ളൂ. എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇപ്പോൾ ഒരു കൃഷ്ണാനുഭവം ഇന്ന് തന്നെ പറയണമെന്ന് 3-4 തവണ ഓർമ്മിപ്പിച്ചത് കൊണ്ട് ഇന്ന് തന്നെ ഈ ഡേറ്റിന് ഞാനത് പറയാണ്. എവിടെ തുടങ്ങണം എഴുതണം എന്നൊന്നും എനിക്കറിയില്ല. പേര് പറയാൻ ആഗ്രഹിക്കാത്ത 56 വയസ്സുള്ള ഒരമ്മയാണ് ഞാൻ. സ്വദേശം തിരുവനന്തപുരം. എൻ്റെ മോൻ ഗുരുവായൂർ ഇടയ്ക്കൊക്കെ വരാറുണ്ടായിരുന്നു. ഇനി വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് വരാമെന്ന് ഭഗവാനോട് അവൻ ഒരിക്കൽ പറഞ്ഞിരുന്നു. അവൻ പറഞ്ഞ പ്രകാരം ഞാനും ഭർത്താവും മോനും മോളുമായിട്ട് കഴിഞ്ഞ ഒക്ടോബർ 15 ബുധനാഴ്ച വൈകുന്നേരം 5:30 ട്രെയിനിൽ തിരുവനന്തപുരത്ത് നിന്നും ഗുരുവായൂരിലേക്ക് വന്നു. 16 തീയതി വ്യാഴാഴ്ച വെളുപ്പിന് ഗുരുവായൂരിലെത്തിയിട്ടോ. പടിഞ്ഞാറേ നടയിലുള്ള ഒരു ലോഡ്ജിൽ പോയി കുളിച്ച് ഫ്രഷായി. അപ്പോൾ തന്നെ ഞങ്ങൾ ഭഗവാനെ കാണാൻ വന്നു. നട തുറന്നിട്ടില്ലായിരുന്നു. വ്യാഴാഴ്ച ആയിട്ടും അന്നൊരു തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് തൃശ്ശൂരൊക്കെ നല്ല മഴയുണ്ടാകുമെന്ന് വാർത്തയിലൊക്കെ ഉണ്ടായിരുന്നേ. ഞങ്ങൾ ട്രെയിനിൽ ഇറങ്ങുമ്പോൾ ഇടയ്ക്കൊക്കെ മഴയുണ്ടായിരുന്നു. എന്നാൽ വ്യാഴാഴ്ച ഗുരുവായൂരിലൊന്നും ഒരു തുള്ളി മഴ പോലും ഉണ്ടായിരുന്നില്ല. പകരം നല്ല വെയിലായിരുന്നു. തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ വെളുപ്പിന് 5 മണിയോടെ ഭഗവാനെ കണ്ട് തൊഴുത് ഇറങ്ങി. ഭംഗിയായിട്ട് കണ്ടു എന്ന് തന്നെ പറയാലോ. ഇനിയാണ് എൻ്റെ അനുഭവം കേട്ടോ. അതായത് തൊഴുതിറങ്ങിയ ഉടൻ ഞാൻ പറഞ്ഞു, മഞ്ജുലാൽ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഫോട്ടോയിലൊക്കെ കണ്ടിട്ടെങ്കിലും നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞെങ്കിലും അത് ഞാൻ അത്ര ഗൗരവമായിട്ട് എടുത്തില്ല കേട്ടോ. കാരണം അമ്മിയൂരിൽ പോകണം, വടക്കുംനാഥ ക്ഷേത്രത്തിൽ പോകണം എന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. 1 മണിക്ക് ഇറങ്ങിയപ്പോൾ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മമ്മിയൂരിൽ പോയി മടങ്ങിയതിന് ശേഷം ഒരു പ്രൈവറ്റ് ബസ് കണ്ടക്ടറിനോട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എവിടെയെന്ന് ചോദിച്ചു. ആ സമയം ആ പയ്യൻ മറുപടി പറയാൻ തുടങ്ങിയ സമയത്ത് ഒരു മനുഷ്യൻ നമ്മുടെ അടുത്തേക്ക് നടന്നു വരികയായിരുന്നു. എന്താ കാര്യം എന്ന് ചോദിച്ചു. തൃശ്ശൂരിലേക്കുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ തിരക്കിയതാണെന്ന് മോൻ പറഞ്ഞു. അപ്പോൾ ഉടൻ അദ്ദേഹം പറഞ്ഞു, മഞ്ജുലാൽ അറിയാമോ? ഞാൻ ഞെട്ടിപ്പോയിട്ടോ. മഞ്ജുലാൽ കേട്ടപ്പോൾ തന്നെ ഞാനത് ആഗ്രഹിച്ച് നിൽക്കുകയായിരുന്നല്ലോ. കിഴക്കേ നടയിലാണ്, എൻ്റെ കൂടെ വന്നാൽ മതി, ഞാനും അങ്ങോട്ടാണ്. അമ്പലത്തിനകത്തു കൂടെ കയറിപ്പോയി കിഴക്കേ നടയിൽ എളുപ്പ വഴിയായിരുന്നു അദ്ദേഹം ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. കിഴക്കേ നടയിൽ ഒരു കട നടത്തുന്ന ആളായിരുന്നു, ബിസിനസ്സാണ് എന്നൊക്കെ സംസാരിച്ചു. അങ്ങനെ അമ്പലത്തിനകത്തു കൂടെ കയറിപ്പോയി വെളിയിലെത്തി ആ ഭഗവാനെ ഒരു തവണ കൂടി തൊഴാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ ഞാൻ മഞ്ജുലാലിൻ്റെ അടുത്തെത്തിയിട്ടോ. അദ്ദേഹം പറഞ്ഞു, ഇതാണ് മഞ്ജുലാൽ എന്ന്. മെയിൻ റോഡിൽ നിന്ന് ഇടത്തോട്ടാണ് തൃശ്ശൂരിലേക്കുള്ള ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ നടന്നു പോയിട്ടോ. പിന്നെ കണ്ടതേയില്ല. ഞങ്ങൾ മഞ്ജുലാൽ ഭംഗിയായി കണ്ടു തൊഴുതുട്ടോ. എനിക്ക് വലിയ അതിശയമുണ്ടാക്കിയ സംഭവമാണ്. പിന്നെ ഞങ്ങൾ തൃശ്ശൂരിൽ ഇറങ്ങി വടക്കുംനാഥ ക്ഷേത്രത്തിലും പാറമേക്കാവിലും എല്ലാം കയറി ഭംഗിയായി തൊഴുതു. ആയില്യ ദിവസമായിരുന്നതിനാൽ രണ്ടിടത്തും ആയില്യ പൂജയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 1 മണിക്കുള്ള ട്രെയിനിൽ വീട്ടിലേക്ക് മടങ്ങി. രാത്രി 7:30 തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നു. നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ ആ ഗുരുവായൂർ യാത്ര. എല്ലാം കണ്ണൻ്റെ കൃപാകടാക്ഷം. ഒരു നിമിഷം നമ്മൾ യാത്ര പോയതുമാതിരി തന്നെ ഉണ്ടായിരുന്നില്ലേ. പടിഞ്ഞാറേ നടന്ന് നടന്ന് കിഴക്കേ നടയിലെത്തി മഞ്ജുലാലിൻ്റെ അവിടെ എത്തി മഞ്ജുലാൽ കാണുന്നതും. മഞ്ജുലാൽ കാണാന്ന് പറയുന്ന ഒരു ഭംഗിയുള്ള കാര്യമാണ്. രാത്രി നിങ്ങൾ മഞ്ജുലാലിൻ്റെ ആ പരിസരത്ത് നടന്നിട്ടുണ്ടോ? അതിൽ നിങ്ങൾ ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് റൂമിലേക്ക് പോയിട്ട് വേണമെങ്കിൽ ഒന്ന് ഫ്രഷ് ആയിട്ട് കിഴക്കേ നടയിലേക്ക് ഒന്ന് നടക്കുക കേട്ടോ. നല്ല ആ തണുത്ത കാറ്റും ആ മഞ്ജുലാലിൻ്റെ പരിസരമൊക്കെ. ഗുരുവായൂർ ക്ഷേത്ര നഗരി എന്ന് പറയുന്നത് നമുക്ക് ആസ്വദിക്കാനുള്ളൊരു സ്ഥലം കൂടിയാണ്. ക്ഷേത്രം കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുകളൊക്കെ അങ്ങനെ നമുക്ക് ഒരുപാട് ആസ്വദിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. നിങ്ങൾ ആസ്വദിക്കുക. റൂമിലൊക്കെ ക്ഷീണമുള്ളവരൊക്കെ റൂമിലൊക്കെ കിടന്നുറങ്ങുക. അല്ലാത്തവരൊക്കെ മാക്സിമം ആസ്വദിക്കുക. നടന്ന് ഇരുന്ന് കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് എല്ലാം വാങ്ങേണ്ടതൊക്കെ വാങ്ങിയിട്ട് ആ ഗുരുവായൂരിലെ ആ കാറ്റ് അത് ഒരു പ്രത്യേകത തന്നെയാണ്. വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. പിന്നെ ജോയിൻ ബട്ടണിലൂടെ വന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം. ഗ്രൂപ്പിൽ നമ്മൾ കുറേ കാര്യങ്ങളുണ്ട്, സമ്മാനങ്ങളൊക്കെ ഉണ്ട്. അപ്പം വേറെ വിശേഷങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ.